യുഎഫഎ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും യൂറോപ്പ ലീഗ് വിജയികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുഎഫഎ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡ് ചാമ്പ്യന്മാർ. യൂറോപ്പ ലീഗ് ജേതാക്കളായ അറ്റ്ലാന്റ എഫ്സിയെ എതിരില്ലാത്ത 2 ഗോളിനാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ഫെഡറിക്കോ വാൽവർദെ റയലിനായി ആദ്യ ഗോൾ നേടി. പിന്നാലെ അരങ്ങേറ്റക്കാരൻ കിലിയൻ എംബാപ്പയും സ്പാനിഷ് ക്ലബിനായി വല ചലിപ്പിച്ചു. മത്സരത്തിൽ ആദ്യ 11-ൽ തന്നെ എംബാപ്പെ ഇടം നേടി. ആദ്യ പകുതിയിൽ റയലിനായിരുന്നു പന്തടക്കത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ റയൽ സംഘം പരാജയപ്പെട്ടു. ഇതോടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ 59-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറന്നു. വിനീഷ്യസ് ജൂനിയറിൻ്റെ പാസിൽ ഫെഡറിക്കോ വാൽവർദെ പന്ത് അനായാസം വലയിലാക്കി. പിന്നാലെ 69-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ ഗോൾ പിറന്നു. റയലിനായി അരങ്ങേറ്റത്തിൽ തന്നെ ഗോൾ നേട്ടം സ്വന്തമാക്കാനും ഫ്രാൻസ് നായകന് കഴിഞ്ഞു. മത്സരത്തിൻ്റെ അവസാന 14 മിനിറ്റുകളിലാണ് ലൂക്ക മോഡ്രിച്ച് കളത്തിലിറങ്ങിയത്. ഒടുവിൽ ലോങ് വിസിൽ മുഴങ്ങിയപ്പോൾ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡ് ചാമ്പ്യന്മാരായി.